അനന്ത കലാപുരി നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ കവറേജിന് നമ്മളിട്ടിരിക്കുന്ന പേരാത്. പേരെങ്ങനെ കൊള്ളാമോ? 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരിതെളിയാൻ ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വിജയികൾക്കുള്ള സ്വർണ്ണക്കപ്പ് ഇന്ന് തലസ്ഥാനത്ത് എത്തുകയാണ്. കലോത്സവ രജിസ്ട്രേഷൻ ഇന്ന് ആരംഭിക്കും. സമഗ്ര കവറേജുമായി ടീം 24 ഒരുപക്ഷേ ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ ടെക്നോളജി ഉപയോഗിച്ചും മറ്റുള്ള സാങ്കേതിക സാധ്യതകൾ ഉപയോഗിച്ചും അനന്തപുരിയിൽ നടക്കുന്ന കലോത്സവ മേള നമ്മുടെ ഫ്ലോറിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയും അതുവഴി പ്രേക്ഷകരുടെ സ്വീകരണ മുറിയിലേക്കും മൊബൈൽ ഫോണിലേക്കും ഒക്കെ നമ്മൾ ഇറക്കിക്കൊണ്ടുവരും. ഒരുപക്ഷേ ഈ സമഗ്ര കവറേജ് എല്ലാ വർഷവും നടന്ന പോലെ അതിലും ഒരുപടി മുന്നിലായി ഇത്തവണയും നടത്താൻ നമ്മുടെ ടീം സജ്ജമായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് സ്മിത ഹരിദാസും സംഘവും തത്സമയം ചേരുകയാണ്. അവരൊക്കെ വളരെ ആവേശഭരിതരാണ്. സ്മിത ഹരിദാസ് ആൻഡ് പാർട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ എനിക്കറിയാം വലിയൊരു നീണ്ട നിര തന്നെ എത്തിക്കഴിഞ്ഞു. ഞാനും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, നന്നായി, അലയടിക്കട്ടെ. ആവേശം ഒട്ടും കുറയ്ക്കണ്ട. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. സ്മിത, പറയൂ, എന്താണ് നീക്കം? ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. SKN ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ വന്നു. അപ്പോൾ നോക്കുമ്പോൾ എല്ലാ ചാനലുകാരും ഉണ്ട്. പക്ഷെ നമ്മൾ വളരെ വിപുലമായിട്ട് തന്നെയാണ് ഇത്തവണയും. കഴിഞ്ഞ വർഷം SKN അറിയാലോ, അനന്തപുരിക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അഭിമാനമാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. വലിയ അഭിമാനത്തോടു കൂടിയ 2016 ശേഷം ഇവിടെ എത്തുമ്പോൾ തലസ്ഥാന നഗരം മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ തന്നെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു കലാമേളയാക്കി ഇത് മാറ്റണം എന്നുള്ള എല്ലാ ഉദ്ദേശത്തോടും കൂടിയുള്ള സജ്ജീകരണങ്ങൾ വിപുലമായി തന്നെ ആയിരിക്കുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ വേദിയാണെങ്കിൽ നമുക്കെല്ലാം പ്രിയപ്പെട്ട MTയുടെ നിളയുടെ പേരിലാണ് വേദി. ഓരോ വേദികളും പുഴകളുടെ പേരിലാണെന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം നൽകുന്നു. അത് ഈ പറഞ്ഞ പോലെ സാഹിത്യത്തോടൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് വലിയ ഇഷ്ടമായിരിക്കും. നമ്മുടെ ടീം എല്ലാം രാവിലെ തന്നെ നമുക്കൊപ്പം ഉണ്ട്. ഷഫീദെ, എല്ലാവരും എത്തിയിരിക്കുന്നു. നമുക്ക് ആദ്യം ഒന്ന് നമ്മുടെ ടീമിനെ മൊത്തം ഇപ്പോൾ അവൈലബിൾ കമ്മിറ്റിയാണ് അല്ലേ, അപ്പൊ അവരുടെ പേരുകളൊന്ന് പരിചയപ്പെടുത്തിയിട്ട് പോകാൻ തോന്നുന്നു അല്ലേ? വളരെ അതായത് നമ്മൾ ഈ വലിയ ഒരുക്കം, വലിയ ആളുകളുടെ പങ്കാളിത്തം അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. നമുക്ക് ഏതാണ്ട് 10-60ഓളം വരുന്ന പേരുടെ ടീമാണ്, സജീവമായിട്ടുള്ള ടീമാണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ബ്യൂറോയിലെ AV ജയശങ്കറാണ്. അദ്ദേഹം ഈ റിപ്പോർട്ടിംഗ് ടീമിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നമ്മൾ പരിഗണിക്കുന്നത് നമ്മുടെ ഈ കായികമേളയിൽ ഉൾപ്പെടെ നമ്മുടെ സജീവ പങ്കാളിത്തമായിട്ടുള്ള സലീം മാലിക്കാണ്. സലീം കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു സ്കേൻ, അതിപ്പോൾ ഊരിയതാണ്. രാവിലെ കണ്ണാടി വെക്കരുതെന്ന് പറഞ്ഞാണ്, പക്ഷേ അദ്ദേഹം ഊരിട്ട് വീണ്ടും വെച്ചു. സലീം, എങ്ങനെയുണ്ട് ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഒരു ഇത് നമ്മുടെ കലോത്സവ മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഗംഭീര വൈഭാഗം, നമ്മൾ തകർക്ക് ഉറപ്പാണ്. കാര്യം നമ്മൾ കുറേ ദിവസമായി തുടങ്ങിയ പ്ലാനിങ് ആണ്. അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും ഏറ്റവും നന്നായി തന്നെ റിപ്പോർട്ടിങ്. കാര്യം നമ്മുടെ ടീം അത്രയധികം വലിയ ടീമുണ്ട്. മാത്രമല്ല തന്നെ സജ്ജീകരണങ്ങളുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തേക്കും വിപുലമായ ഒരു കവറേജിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മളുണ്ട്. ഇത് നമ്മുടെ യദു ആണ്, നമ്മുടെ ബ്യൂറോയിൽ തന്നെയുള്ള നമ്മുടെ ആളാണ്. അതേപോലെ ജിതിൻ, രഞ്ജിത്ത്, പിന്നെ നമ്മുടെ എല്ലാമായിട്ടുള്ള നമ്മുടെ കലോത്സവം സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഷഹദ് റഹ്മാൻ കോഴിക്കോട് നിന്ന് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അജീഷ് ഉണ്ട്, അജീഷ് ജയകുമാർ ബ്യൂറോയിലെ റിപ്പോർട്ടറാണ്. പ്രതീഷ് ഉണ്ട്, നമ്മുടെ വർഷങ്ങളായി നമ്മുടെ ക്യാമറാമാനായിട്ടുള്ള വിപിൻ വേളി ഉണ്ട്, വിഷ്ണു ഉണ്ട്. അങ്ങനെ പൂർണ്ണ അർത്ഥത്തിൽ നമ്മുടെ ടീമുണ്ട്. ഇതിലും വലിയ ടീമാണ്. പക്ഷേ അവരൊക്കെ നാളെ കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തും. നാളെ എത്തും. ഇന്ന് വൈകിട്ടോടെ എല്ലാവരും എത്തും. അപ്പോഴും നമ്മളെല്ലാവരും ഇവിടെ ഇങ്ങനെ നിരന്ന് വിശേഷങ്ങൾ പറയുന്നുണ്ടാവും. അനന്തപുരി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് എല്ലാവർക്കും. നമുക്കിപ്പോൾ വളരെ പെട്ടെന്ന് 3 മിടുക്കി കുട്ടികൾ നമുക്കൊപ്പം ഉണ്ട്. അവർ അറബിക് കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള. വളരെ പെട്ടെന്ന് അവരെ ഒന്ന് പരിചയപ്പെടുത്താം. മോളുടെ പേരെന്താ? ഋത്തിക. മോളുടെയോ? സാറ. മോളുടെ പേരോ? ഫർസാന. ഏത് സ്കൂൾ? ഒരേ സ്കൂളാണല്ലോ? മണക്കാട് സ്കൂൾ. അപ്പൊ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നിങ്ങളുടെ ഒരു അറബിക് പദ്യം കേട്ടാലോ? ഞാൻ ഹൈസ്കൂൾ ജനറൽ കാവ്യാലാപനമാണ്. കില്ലില്ല ഞാൻ എൻ്റെ കാലം നയിക്കുമി പുല്ലുമാടത്തിൽ പുലയായി താൻ. അല്ലൽ മറന്നു ചെറുമികളോടു ഞാൻ എല്ലാ പണികളും ശീലിച്ചിടും. ഘോരവേലും മഴയും ഹിമവും ഞാൻ സാരമാക്കാതെ സഹിച്ചുകൊള്ളും. ക്ഷീണിച്ചെന്നംഗങ്ങൾ തീരെ തളർന്നാൽ ഞാൻ കാണി നേരം നിന്നു വിശ്രമിക്കും. ആണത്തമാർന്നടുത്തേലുമെൻ ചാത്തൻ്റെ ചേണുറ്റ മേനി തൻ ഛായ പറ്റി. അടിപൊളി. നമ്മളിത് തുടങ്ങിയത് കവിതയിലായതില് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഏത് കവിത കൂടെ പറയണ്ടേ? കുമാരനാശാന്റെ ദുരവസ്ഥയാണ്. മോള് നിങ്ങൾ രണ്ടുപേരും അറബിക് പദ്യം ചൊല്ലാണോ? അല്ലോ, കഥാരചന അറബിക്. കഥ, കവിത. മോളോ? കവിത.
മോളോ അറബി കവിത എന്നാ ഒരു കവിത പെട്ടെന്ന് ചൊല്ലോ രണ്ടുപേരും. ആ, നല്ല സ്മാർട്ടായിട്ട് സന്തോഷമായിട്ട് ചൊല്ലിക്കോ. അങ്ങോട്ട് പോയിക്കോ ക്യാമറയിലേക്ക്. മാലക്കിയ കരയത്തി ഫി നൗമിക്കി ഉഹ്ലികുഹാ കുല്ലു റൂഹിൻ സർമദാ കുന്തി മൂനാരൻ അമാമ ജായിരീൻ അൻതി തുബ്കിൽ അജ്മഈന കബിദാ. അപ്പൊ നമുക്ക് ഇനി ബാക്കിയെല്ലാം സ്റ്റേജിൽ നേരിട്ട് കാണാം. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ രാവിലെ, ഇന്ന് രജിസ്ട്രേഷൻ തുടങ്ങുന്ന ദിവസം കൂടിയാണ് സ്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ കുട്ടികൾ വരാൻ തുടങ്ങിയിരിക്കുന്നു. അതുപോലെ കാസർഗോഡ് നിന്ന് പുറപ്പെട്ട കപ്പ് ഇന്ന് അതിർത്തിയിൽ, തിരുവനന്തപുരത്ത് ജില്ലാ അതിർത്തിയിൽ എത്തുന്നു. അവിടെ നിന്ന് ഓരോ സ്കൂളുകളിലും സ്വീകരണം ഉണ്ടാകും. 9 മണിക്ക് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കലവറ ഇന്ന് വൈകിട്ടോട് കൂടി തയ്യാറാവും. പുത്തരിക്കണ്ടം മൈതാനിയിലാണ് കലവറ. അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യും, രാത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. നമ്മളെല്ലാവരും വളരെ എന്താ പറയാ, ആവേശത്തോടെ സന്തോഷത്തോടെ വരുന്നവരെയൊക്കെ വരവേൽക്കാൻ വളരെ സുരക്ഷാ സജ്ജീകരണങ്ങളുണ്ട്. യാത്രാ സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കിയിരിക്കുന്നു. രജിസ്ട്രേഷൻ ഇന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 14 ജില്ലകളിൽ നിന്നായി 7 കൗണ്ടറുകളിലായിട്ടാണ് ഈ രജിസ്ട്രേഷൻ ഒക്കെ നടക്കുക. എത്തുന്ന കുട്ടികൾക്കൊക്കെ താമസ സൗകര്യം. ചെറിയൊരു തിരുത്തും കൂടി, അതായത് സംഭവമൊക്കെ കളറായിട്ട് ഇന്ന് രാത്രിയോടുകൂടി ഓണാവെങ്കിലും കലവറയിൽ ഇന്ന് 12 മണിയോടുകൂടി പാല് കാച്ചും. ഉച്ചയ്ക്ക് പാല് കാച്ചും അല്ലേ? ഞാൻ രാത്രിയാണ് ഭക്ഷണം കിട്ടുക എന്നുള്ളത് കണ്ടായിരുന്നു. കാരണം പഴയിടത്തിന്റെ കലവറയിൽ നമുക്ക് എന്തായാലും പോവാതെ പറ്റില്ല. അവിടുത്തെ ഭക്ഷണത്തിന്റെ രുചി അറിയാതെയും പറ്റില്ല. അത് ഞാൻ കൃത്യമായിട്ട് നോക്കി വെച്ചോ. പക്ഷെ ഉച്ചയ്ക്ക് പാല് കാച്ചലുണ്ട്. നമ്മൾ അതൊക്കെ ഭക്ഷണം കഴിക്കുന്ന കാര്യം ഓർമ്മിച്ചോണം. എവിടെ ചെന്നാലും ഭക്ഷണം കഴിക്കുന്ന കാര്യം ഓർമ്മിച്ചോണം, മറക്കരുത് കേട്ടോ. അതും പഴയിടത്തിന്റെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സ്മിത ഹരിദാസ്, താങ്ക് യു ഷഫീദ് റാവുത്തർ ആൻഡ് ടീം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം, നമ്മുടെ സ്റ്റാർ അവതാരകരെല്ലാം അനന്തപുരിയിൽ എത്തുന്നുണ്ട്. കുട്ടികളെല്ലാം പ്രതിഭയുടെ മാറ്റുരയ്ക്കുമ്പോൾ അത് കാണാനും റിപ്പോർട്ട് ചെയ്യാനും പ്രേക്ഷകരിലേക്ക് ഈ കലോത്സവത്തിൻ്റെ ഒരു ഫീല് കൊണ്ടിറക്കാനും വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാകും. തിരുവനന്തപുരം നഗരം യഥാർത്ഥത്തിൽ വരും നാളുകളിൽ ഇനി കലോത്സവത്തിൻ്റെ കേളികൊട്ടുകൊണ്ട് ഉണരുകയായി. നാളെയാണ് ഈ കൊടി കയറുക. കൊടി കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കളി നടക്കും അവിടെ കേട്ടോ. എല്ലാ വിപുലമായ സാങ്കേതിക സൗകര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ഇത്തവണയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, നമ്മൾ അതിവിപുലമായ ഒരു സ്റ്റുഡിയോ സംവിധാനം തലസ്ഥാന നഗരിയിൽ നമുക്കുണ്ട്, ഈ കിഴക്കേക്കോട്ടയിൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ സാധ്യതകളൊക്കെ പരമാവധി ഉപയോഗിച്ചായിരിക്കും ഈ നമ്മുടെ ഇത്തവണത്തെ കലോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുക.